സാധാരണ ഒരു മനുഷ്യൻ 2 നേരം എന്തായാലും തേക്കണം. വായനാറ്റമുള്ളവർ പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതലാണ് എന്ന് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവർ മനസ്സിലാക്കണം. ഭാര്യമാരും ഭർത്താക്കന്മാരും പ്രത്യേകം മനസ്സിലാക്കണം. സിവാക്ക് ചെയ്യണം. സിവാക്ക് എന്ന വാക്കിൽ പല്ല് മാത്രം തേക്കലല്ല, പല്ലും തേക്കണം, മോണയും തേക്കണം, നാവും തേക്കണം. അതിനാണ് സിവാക്ക് എന്ന് പറയുന്നത്. പല്ല് തേക്കൽ ചർച്ച ചെയ്ത എല്ലാ സ്ഥലത്തും നാവിന് നീളത്തിലും പല്ലിന് വീതിയിലും തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ പല്ല് മാത്രമല്ല, ഊന് തേക്കണം, നാവും തേക്കണം. വായനാറ്റത്തിന്റെ പ്രധാന കാരണം പല്ലല്ല, വായനാറ്റത്തിന്റെ പ്രധാന കാരണം നാവാണ്. നാവ് ക്ലിയർ ആക്കിയില്ലെങ്കിൽ വായനാറ്റം ഉണ്ടാവും. അതുകൊണ്ട് അകവും പുറവും നന്നായി വൃത്തിയാക്കണം. എപ്പോഴെല്ലാം പല്ല് തേക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നാവും വൃത്തിയാക്കണം. നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. മലക്കുകൾ ഒഴിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ വലിയ സൂക്ഷ്മത പാലിക്കണം.